നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നായ കയറി പോലീസുകാരനെ ആക്രമിച്ച സംഭവം സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലൂടെ അകത്തുകടന്ന നായ വടക്കേ നടയിലൂടെയാണ് പുറത്തിറങ്ങിയത്. അതിനിടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയും പുറത്തുണ്ടായിരുന്ന നാട്ടുകാരനെയും ഈ നായ ആക്രമിക്കുകയുണ്ടായി. രാത്രി ക്ഷേത്രനട അടയ്ക്കുന്ന സമയത്താണ് പടിഞ്ഞാറേ നടയിലൂടെ നായ അനായാസം അകത്തു കയറിയതെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിച്ച നായ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനായ പോലീസുകാരനെ മാന്തുകയായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ തടയാൻ ശ്രമിച്ചെങ്കിലും ഈ നായയെ ഉടനടി കീഴ്പ്പെടുത്താൻ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല. അതിസുരക്ഷാ മേഖലയായ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന നായ പിന്നീട് വടക്കേ നട വഴിയാണ് പുറത്തേക്ക് ഓടിയത്. പുറത്തിറങ്ങിയ നായ വടക്കേ നടയിൽ നിന്നിരുന്ന ഒരാളെ കടിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം തുടർന്ന ഉടനെ പ്രദേശവാസികൾ പരിഭ്രാന്തരായി. മാത്രമല്ല, ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയവും ഇതോടെ ശക്തമായിരുന്നു. തുടർന്ന് അക്രമാസക്തനായ നായയെ കിഴക്കേ നടയിൽ വെച്ച് നാട്ടുകാർ തല്ലിക്കൊല്ലുകയായിരുന്നു. ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. 4 നടകളിലും അത്യാധുനിക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും വൻ പോലീസ് സന്നാഹവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എപ്പോഴും ആളനക്കമുള്ളതും കടുത്ത പരിശോധനകൾ നടത്തുന്നതുമായ പടിഞ്ഞാറേ നടയിലൂടെ ഈ നായ അനായാസം അകത്തു കടന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. സാധാരണക്കാരായ ഒരു മനുഷ്യന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ 100 കണക്കിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കടന്നു വേണം മുന്നോട്ട് പോകാൻ. അതിനിടയിലാണ് ഒരു കൂസലുമില്ലാതെ കൂളായിട്ട് ഒരു നായ അകത്ത് കയറുകയും സുഭിഷ്ടമായി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനെയും നാട്ടുകാരനെയും കടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഇതെന്താണല്ലേ, നായയ്ക്കുള്ള അത്ര വില പോലും മനുഷ്യനില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്.